ഉരുക്കുകോട്ടകളിൽ വിള്ളലുകൾ വീഴുന്നതിന്റെയും UDF പാളയത്തിൽ പുതിയൊരു സൂര്യോദയം സംഭവിക്കുന്നതിന്റെയും സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രണ്ട് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ കൂട്ടി വായിക്കുമ്പോൾ കേരളം ഒരു വലിയ രാഷ്ട്രീയ വിസ്മയത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കുട്ടനാടിന്റെ സ്വപ്ന പദ്ധതിയായ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുതിർന്ന CPM നേതാവ് G സുധാകരൻ വിട്ടുനിന്നത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഉദ്ഘാടനത്തിന്റെ ലൈവ് സംപ്രേഷണത്തിൽ നിന്നുപോലും അദ്ദേഹം പങ്കുചേർന്നിട്ടില്ല എന്നത് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. സുധാകരൻ എന്ന കരുത്തനായ മുതിർന്ന നേതാവ് തന്റെ പാർട്ടിയോട് ഇപ്പോൾ പുലർത്തുന്ന ഈ അകലം വെറുമൊരു പിണക്കമല്ല, മറിച്ച് CPM-ലെ വിഭാഗീയതയുടെയും അവഗണനയുടെയും ആഴം വ്യക്തമാക്കുന്നതാണ്. പാർട്ടിയിൽ അർഹമായ സ്ഥാനം നൽകാത്തതിലും തന്നെ തഴയുന്നതിലുമുള്ള കടുത്ത അമർഷം സുധാകരൻ തന്റെ മൗനത്തിലൂടെയും വിട്ടുനിൽക്കലിലൂടെയും പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ ഈ മൗനം അവസാനിക്കുന്നത് എവിടെയായിരിക്കും? അവിടെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര പ്രസക്തമാകുന്നത്. ഫെബ്രുവരി 6-ന് ആരംഭിച്ച് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ ആവേശം വിതറി കടന്നുപോയ പുതുയുഗയാത്ര ഇന്ന് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുകയാണ്. വൈകുന്നേരം നടക്കുന്ന ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റാരുമല്ല, ഇന്ത്യയുടെ ജനനായകൻ രാഹുൽ ഗാന്ധിയാണ്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും UDF തരംഗം സൃഷ്ടിച്ച ഈ യാത്രയുടെ സമാപനത്തിൽ രാഹുൽ ഗാന്ധി നൽകുന്ന ഗ്യാരണ്ടികൾ കേരളത്തിലെ യുവാക്കൾക്കും സ്ത്രീകൾക്കും വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന ആ വിസ്മയം ഒളിഞ്ഞിരിക്കുന്നത്. VD സതീശൻ തന്റെ പ്രസംഗങ്ങളിൽ എപ്പോഴും സൂചിപ്പിക്കാറുള്ള ആ രാഷ്ട്രീയ വിസ്മയം ഒരുപക്ഷേ ഇന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് സംഭവിക്കുമോ? പാർട്ടിയോട് അകന്നു നിൽക്കുന്ന G സുധാകരൻ സമാപന സമ്മേളന വേദിയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം എത്താനുള്ള സാധ്യതകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ തള്ളിക്കളയുന്നില്ല. അഴിമതിക്കെതിരെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും പോരാടുന്ന VD സതീശന്റെയും രാഹുൽ ഗാന്ധിയുടെയും കൂടെ നിൽക്കാൻ സുധാകരനെ പോലെയുള്ള ഒരു നേതാവ് തീരുമാനിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂകമ്പമായിരിക്കും. മാത്രമല്ല, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ G സുധാകരന്റെ നിലപാട് എന്തായിരിക്കുമെന്നതിനെ കുറിച്ചും അഭ്യൂഹങ്ങൾ ശക്തമാണ്. സ്വന്തം പാർട്ടി സീറ്റ് നൽകാത്ത പക്ഷം ആലപ്പുഴയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള വഴികളും തെളിയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ UDF-ന്റെ പിന്തുണയോടെ അദ്ദേഹം ജനവിധി തേടുന്നത് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാകും. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഈ സമാപന സമ്മേളനത്തിൽ നൽകുന്ന കരുത്ത് ചെറുതൊന്നുമല്ല. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ പങ്കെടുക്കുന്ന ഈ വേദിയിൽ വെച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ഗതികൾ മാറ്റുന്ന എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. സുധാകരന്റെ വിട്ടുനിൽക്കലും സതീശന്റെ ജൈത്രയാത്രയും രാഹുലിന്റെ ഗ്യാരണ്ടികളും ചേരുമ്പോൾ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ സമവാക്യം രൂപപ്പെടുകയാണ്. എന്തായാലും ആവേശകരമായ ഈ രാഷ്ട്രീയ മുഹൂർത്തങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.